ചെയ്യാത്ത സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം നമ്മളത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ഒരു വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തോലോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടൊന്നും വേണ്ട. അതിന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് അതിലേക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. നന്നായി ഒന്ന് ചൂടായി തിളച്ചതിന് ശേഷം നമ്മളിത് ആ ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ചൂടോടുകൂടി ആക്കുന്നത്. നിങ്ങൾക്ക് ചൂടാറിയതിന് ശേഷം മാത്രം ആക്കിയാൽ മതിയാവും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ ഒരു വലിയ കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 3 ഒക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന സോക്സ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. മാറാല തട്ടുന്ന സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വൈപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈപ്പർ എടുക്കുമ്പോൾ 2 സൈഡും ഇതുപോലെ ഒരു 2 സോക്സ് 2 ഭാഗത്തും ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ഒരു മാറാല തട്ടുന്ന സ്റ്റിക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് എവിടെ പൊടി തട്ടാനാണെങ്കിലും ഫാൻ ക്ലീൻ ആക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വെള്ളം നമ്മളിങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കർപ്പൂരവും വിനാഗിരിയൊക്കെ മിക്സ് ആക്കിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും പിന്നെ മാറാല പിടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.